ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഈശോ ഒത്തിരി കാര്യങ്ങൾ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ യേശുവിൻ്റെ പഠന ക്ലാസ്സിലെ നല്ല വിദ്യാർത്ഥികളൊന്നും ആയിരുന്നില്ല ശിഷ്യന്മാർ. പഠിപ്പിച്ച പല കാര്യങ്ങളും അവർക്ക് മനസ്സിലായില്ല എന്ന് മാത്രമല്ല, യേശു പറഞ്ഞിരുന്ന പല കാര്യങ്ങളുടെയും നേർവിപരീതമാണ് അവരുടെ ഉള്ളിലുണ്ടായിരുന്നത്. ഈ ഞായറാഴ്ചത്തെ സുവിശേഷം വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. യേശുനാഥൻ താൻ പീഡകൾ അനുഭവിച്ച് മരിക്കുകയും 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യുമെന്ന് പറയുമ്പോൾ ശിഷ്യന്മാർക്ക് ഒന്നും തന്നെ മനസ്സിലായില്ലെന്ന് ഈ വചനഭാഗത്ത് കൃത്യമായി എഴുതി വച്ചിട്ടുണ്ട്. ഇതാദ്യമായിട്ടല്ല മാർക്കോസിൻ്റെ സുവിശേഷത്തിൽ യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പറയുന്നത്. മുൻപൊരു പ്രാവശ്യവും ഇതുപോലെ തന്നെ മരണത്തെക്കുറിച്ച് ഈശോ പറഞ്ഞിരുന്നു. താൻ തിരസ്കരിക്കപ്പെടുകയും വധിക്കപ്പെടുകയും 3 ദിവസങ്ങൾക്ക് ശേഷം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും എന്ന് ഈശോ പറയുമ്പോൾ ശിഷ്യന്മാരിൽ പ്രധാനിയായ പത്രോസ് യേശുവിനെ മാറ്റി നിർത്തിക്കൊണ്ട് തടസ്സം പറയുന്നുണ്ട്. ദൈവിക പദ്ധതിക്ക് മാർഗതടസ്സമാകുന്ന പത്രോസിനെ ഈശോ കഠിനമായ വാക്കുകളിൽ ശകാരിക്കുന്നു. സാത്താൻ എന്നുപോലും ഈശോ പത്രോസിനെ വിളിക്കുന്നുണ്ട്. ഇങ്ങനെ പത്രോസിന് നല്ല കണക്കിന് കിട്ടിയതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ 2-ാം പ്രാവശ്യവും യേശു തൻ്റെ മരണത്തെക്കുറിച്ച് പറയുമ്പോൾ പത്രോസ് അടക്കം ശിഷ്യന്മാരാരും എതിർപ്പൊന്നും പറയാതിരുന്നത്. യേശു പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ കൂടി ഒരു ക്ലാരിഫിക്കേഷൻ പോലും ചോദിക്കാൻ ആരും ധൈര്യപ്പെടുന്നില്ല. യേശു പറഞ്ഞതൊന്നും ശിഷ്യന്മാർക്ക് മനസ്സിലായില്ല എന്ന് ഉറപ്പിക്കാവുന്ന ഒരു കാര്യം കൂടി സുവിശേഷത്തിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. യാത്രാമധ്യേ ശിഷ്യന്മാർ തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെക്കുറിച്ച് തർക്കിക്കുകയായിരുന്നു. വീട്ടിലെത്തിയപ്പോൾ എന്തിനെക്കുറിച്ചാണ് അവർ തർക്കിച്ചതെന്ന് യേശു ചോദിക്കുന്നുണ്ട്. തങ്ങളുടെ തർക്ക വിഷയം യേശുവിൻ്റെ പ്രബോധനങ്ങൾക്ക് എതിരാണ് എന്നൊരു തോന്നൽ ഉള്ളിൽ ഉണ്ടായതുകൊണ്ടായിരിക്കാം അവർ മറുപടി ഒന്നും പറയാതെ നിശബ്ദരായി ഇരുന്നത്. തങ്ങളിൽ ആരാണ് വലിയവനെന്ന് തർക്കിക്കുന്ന ശിഷ്യന്മാരുടെ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ തൊട്ടു മുമ്പുള്ള വചനഭാഗം നോക്കിയാൽ മതി. മൂകനായ പിശാച് ബാധിച്ച ഒരു ബാലനെ സുഖപ്പെടുത്താൻ അവിടെ കൊണ്ടുവരുന്നു. എന്നാൽ ശിഷ്യന്മാർക്ക് സൗഖ്യം നൽകാൻ സാധിക്കുന്നില്ല. ഒടുവിൽ യേശുവാണ് അത് ചെയ്യുന്നത്. അങ്ങനെ പരാജിതരായി നിൽക്കുന്നവരാണ് തങ്ങളുടെ വലിപ്പച്ചെറുപ്പങ്ങളെക്കുറിച്ച് സംവാദം നടത്തുന്നത്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ എന്തോ വലിയവരാണെന്ന മട്ടിൽ വലിയ അഹങ്കാര സ്വരത്തോടെ നാം വാഗ്വാദത്തിൽ ഏർപ്പെടുമ്പോൾ നമ്മളൊന്ന് ആലോചിക്കണം. നമ്മൾ ശരിക്കും വലിയവരാണോ, അല്ലെങ്കിൽ നമ്മൾ ചെറുതാക്കപ്പെടുകയാണോ എന്ന്. ഇന്നിപ്പോൾ സർവ്വമേഖലകളിലുമുള്ള മനുഷ്യൻ്റെ കിടമത്സരങ്ങൾക്കും അന്യോന്യം നശിപ്പിക്കാനുള്ള പടയോട്ടങ്ങൾക്കും കാരണം തങ്ങളുടെ വലിപ്പം കാണിക്കാനുള്ള വ്യഗ്രതയല്ലേ? ശിഷ്യന്മാരുടെ തെറ്റായ ഈ ഒരു മനോഭാവം തിരുത്തിക്കൊണ്ട് യേശു പറയുന്നു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. യേശുവിൻ്റെ ഈ വാക്കുകൾ വെറും വാക്കുകളല്ല, അവിടുന്ന് ജീവിതം വഴി കാണിച്ചതാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം അത് വായിക്കുന്നുണ്ട്. മാത്സര്യമോ വ്യർത്ഥ അഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്, മറിച്ച് ഓരോരുത്തരും താഴ്മയോടെ മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരായി കരുതണം. ഓരോരുത്തരും സ്വന്തം താല്പര്യങ്ങൾ മാത്രം നോക്കിയാൽ പോരാ, മറിച്ച് മറ്റുള്ളവരുടെ താല്പര്യവും പരിഗണിക്കണം. യേശുക്രിസ്തുവിനുണ്ടായിരുന്ന ഈ മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സമാനത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസൻ്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതെ കുരിശ് മരണം വരെ അനുസരണയുള്ളവനായി തന്നെ താഴ്ത്തി. ഇപ്രകാരം എളിമപ്പെടാൻ തയ്യാറായ യേശുവിൻ്റെ ശിഷ്യരാകണമെങ്കിൽ എളിമപ്പെടാതെ തരമില്ല. യേശുവിൻ്റെ വാക്കുകൾ മനസ്സിലാക്കാൻ കഴിയാതിരുന്ന ശിഷ്യന്മാരുടെ അവസ്ഥയിലാണ് നമ്മളും ഇന്ന്. അവിടുത്തെ വാക്കുകൾ നമ്മളിൽ ദഹനക്കേടുണ്ടാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് എളിമപ്പെടാതെ വൻപ് പറഞ്ഞ് നമ്മൾ വലിയവരാകാൻ ശ്രമിക്കുന്നത്. എളിമയുടെ ബാലപാഠങ്ങൾ യേശു ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു ശിശുവിനെ കരങ്ങളിലെടുത്ത് തൻ്റെ നാമത്തിൽ ഇതുപോലുള്ള ഒരു ശിശുവിനെ സ്വീകരിക്കാൻ അവിടുന്ന് പറയുന്നു. ശിശുക്കൾ നിസ്സാരതയുടെ പ്രതീകമാണ്. അവർക്ക് ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് പ്രതിഫലമില്ല. അവരെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ഒരു നേട്ടവും ഉണ്ടാകാനിടയില്ല.
അപ്രകാരം ഒന്നും ലാഭക്കണക്കിൽ ചേർക്കാനില്ലെന്നറിഞ്ഞിട്ടും ഒരുവന് പരമാവധി ശുശ്രൂഷ നൽകുവാൻ കഴിയുമെങ്കിൽ അതാണ് ഒരുവനെ വലിയവനാക്കുന്നതെന്ന് യേശു പറയുന്നു. നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർക്ക് ശുശ്രൂഷകൾ നൽകുമ്പോൾ അതിന് യഥാർത്ഥ ക്രിസ്തീയ മാനം ഉണ്ടാകണമെങ്കിൽ ശുശ്രൂഷ സ്വീകരിക്കേണ്ട ആളുടെ വലിപ്പച്ചെറുപ്പങ്ങൾ ഒരിക്കലും ഒരു മാനദണ്ഡം ആകരുത്. എളിമയുള്ള മനസ്സോടെ എല്ലാവർക്കും നിസ്വാർത്ഥമായ ശുശ്രൂഷ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അപ്പോൾ ഇപ്രകാരം ഒരു വചനം നമ്മളോടും പറയപ്പെടും: എൻ്റെ ഏറ്റവും എളിയ ഈ സഹോദരന്മാരിൽ ഒരുവന് നിങ്ങളിത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന്. ദൈവം നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.